2 വർഷം മുമ്പുള്ള ഒരു സംഭവം. വിദേശ രാജ്യത്തുള്ളൊരു ഫാമിലിയുടെ ചരിത്രം. ഒരപ്പൻ, ഈ അപ്പന് ഒരു പ്രത്യേക രോഗം. ശരിക്കും ആ അപ്പൻ്റെ സഹോദരങ്ങൾ ആരോ ഒന്ന് അണക്കരം ധ്യാനം കൂടിക്കഴിഞ്ഞിട്ട് എനിക്ക് വിദേശ രാജ്യത്തിലെടുത്ത് ട്രിപ്പിന് പോവുക, ഈ ശുശ്രൂഷയ്ക്ക് പോവുക. അപ്പോൾ ഈ എയർപോർട്ടിൽ വെച്ച് തന്നെ ഒരു ഫ്ലൈറ്റിൽ തന്നെ വിളിച്ചിറക്കിക്കൊണ്ട്, അപ്പോൾ കൊണ്ടൊരു വലിയ കമ്പനിയുടെ വലിയ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഫാമിലി ഒരു അപ്പൻ്റെ കാര്യമാണ്. അപ്പോൾ അവരെന്നെ വിളിച്ച് എന്നെ കൊണ്ടു, അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ഇനിയൊരു കാരണം കൊണ്ട് അച്ഛൻ ഞാൻ പറഞ്ഞു എന്താ കാര്യം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യരുത് പ്രസിഡന്റ്. അപ്പോൾ പറഞ്ഞു, അച്ഛാ കാര്യം ഇതാണ്, ഞങ്ങളുടെ അപ്പനൊരു പ്രത്യേക രോഗമുണ്ട്, ഒരു മാനസിക വിഭ്രാന്തി രോഗമാണ്. കുറേ നാളെ അച്ഛാ, 4-5 വർഷമായി, ഒരു രക്ഷയില്ല അച്ഛാ. അപ്പൻ വൈകുന്നേരം വിദേശത്ത് വീട്ടിൽ ഒരു 4 മണി കഴിയുമ്പോൾ ജനലുകളെല്ലാം അടയ്ക്കും, കർട്ടനെല്ലാം ഇട്ട് വീടങ്ങ് ഇരുട്ടാക്കും. എന്നിട്ട് അതിനകത്തിരുന്ന് അപ്പം പറയും, പിന്നെ ആരും മിണ്ടരുത്, അനങ്ങരുത്, ഭയങ്കരമായി ചീത്തവിളി, പിന്നെ വായെടുത്തപ്പോഴും തെറിവിളി. പക്ഷെ അപ്പം നല്ലൊരു മനുഷ്യനായിരുന്നു. ആളൊത്തിരി പുണ്യപ്പെട്ട ജീവിതമൊക്കെ നയിച്ച മനുഷ്യൻ. പ്രശ്നം അത് കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷെ ആളിങ്ങനെ പെട്ടെന്ന് മാറിപ്പോയി. അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത പറയും, മക്കളൊക്കെ ചീത്ത പറയും, ഒരു രക്ഷയില്ല. അപ്പൻ്റെ ഒരു കൺട്രോളില്ല, മദ്യപാനം അങ്ങറ്റൊന്നും. പക്ഷേ ആൾ അപ്പോൾ ഒരു കണ്ടു കഴിഞ്ഞാൽ പ്യുവർലി സൈക്കിക്കാണ്, മെൻ്റലാന്ന് നമ്മളൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇവരാരോ അണക്കരെ ധ്യാനം കൂടിയിട്ട് ഇങ്ങനെ ബന്ധിച്ച് വീക്ഷിക്കുന്ന അത് കൃപയാട്ടോ, അത് ഒഴുകുന്നു. അപ്പോൾ അത് അറിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ അപ്പനെ വേണ്ടി അച്ഛനെ പ്രാർത്ഥി. അപ്പോൾ അവരൊരു അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആരുടെയും വീട്ടിൽ പോകാൻ എനിക്ക് അനുവാദം പരിശോധന തന്നിട്ടില്ല, ഞാൻ പോകാറില്ല. പക്ഷെ അവർ ഒരുപാട് കരയുന്നുണ്ട്, പക്ഷെ അതുപോലെ സീരിയസ് പ്രശ്നം വരാൻ വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റിന് കയറണം, പതിനെട്ടിക്കുള്ള കുറച്ച് സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവരെ വിളിച്ചപ്പോൾ ഈ അപ്പൻ നമുക്ക് അടുക്കാൻ പറ്റും ആരെന്നില്ല, അച്ഛൻ കറിഞ്ഞുകൂടെ, ഒരു സുബോധവും ഇല്ലാത്ത ആൾ പെരുമാറുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ സ്തുതി അങ്ങനെ പെട്ടെന്ന് വേറെ രീതി ലോകത്തുണ്ട്. അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു, ഒരു 1-2 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് അപ്പം കയറി കിടന്നു, ഇതിനിടയ്ക്ക് അപ്പം കയറി കിടന്നു, കുറച്ച് എഴുന്നേക്കും, രാത്രി കിടന്ന് ബഹളം വെക്കും. ഇങ്ങനെ സംഭവമാണ്, ഒരു രക്ഷയില്ല. 4-5 വർഷമായി ഒരു രക്ഷയില്ലാതെ വിഷമിക്കുക. അപ്പോൾ അവസാനം ഞാൻ പോകാൻ നേരത്ത് വീടിന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. അപ്പൻ എഴുന്നേറ്റ് വീണ്ടും വന്നു. അപ്പൻ്റെ തലേക്ക് യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ഉപേക്ഷിക്കുന്നു, കൃപ പ്രവർത്തിച്ചു. പ്രസലോഷം എനിക്കറിയാം, അപ്പൻ്റെ ഭാര്യയും മക്കളും നല്ല എളിമയും വിശുദ്ധിയിലാണ്, നല്ല കൃപയിൽ, നല്ല ദൈവത്തോട് ഒത്തിരി ബന്ധമുള്ള, ദൈവഭയമുള്ളത്. സംഭവിച്ച വെച്ചാൽ പ്രിയപ്പെട്ട മക്കളെ, ഞാനിവിടെ നിന്ന് അടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയി ശുശ്രൂഷയ്ക്ക് പോയി. പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ് വരികയാണ്, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പോയില്ലേ? പോയി. അന്ന് 4 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിക്കുക അപ്പൻ്റെ വ്യത്യാസം. അച്ഛൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് അപ്പന് അത്ഭുതകരമായ മാറ്റം. അപ്പൻ്റെ ഈ ബന്ധനം പരിപൂർണമായിട്ടും മാറി, പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നോട് അച്ഛൻ അടുത്ത ആഴ്ച ഞങ്ങളെല്ലാം കൂടെ നാട്ടിലോട്ട് വരിക, ധ്യാനിക്കാൻ വരിക, അപ്പനെ കുട്ടിക്കൊണ്ട് ധ്യാനത്തിൽ വരുമ്പോൾ ഒറ്റ ആഴ്ച കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയപ്പോൾ അത് കഴിഞ്ഞുള്ള ധ്യാനത്തിന് ഇവർ കുടുംബം മുഴുവൻ വന്നിരിക്കും. അപ്പം അന്നുണ്ടായ വേറെ സംഭവം, ഇവരുടെ മകളുടെ ഒരു കൊച്ചിന് സംസാരശേഷിയില്ല, 4 വയസ്സായി. ഇവള് വലിയ വിവേപ്പിയാണ്, പക്ഷേ ഇവള് അതൊന്നും ഇല്ല. നമ്മൾ കണ്ടുന്ന ഒരു അശുവായ പാവം കൊച്ചു, ഒന്നുമില്ല, വളരെ എളിമയോടെ കരഞ്ഞോട് പ്രാർത്ഥിക്കും. അവൻ പറഞ്ഞു കണ്ണീരോടെ, ഈ കൊച്ചുങ്ങൾ എന്നോട് പറഞ്ഞാൽ മിണ്ടാത്ത കൊച്ചാവുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ പ്രവേശിപ്പിക്കാൻ അനുവാദമില്ല ധ്യാനത്തിന്. പക്ഷേ ഈ ഇങ്ങനെ മിണ്ടിയില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഞങ്ങൾ കയറ്റിക്കോട്ടെ വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒക്കെ കേട്ടിക്കോ. ഈ അപ്പനും 5 ദിവസവും പൂർണ്ണമായിട്ടും ഈ ധ്യാനത്തിൽ കൂടുന്നു. പ്രസലോഷ് ധ്യാനത്തിൻ്റെ അവസാന മണിക്കൂറിൽ ഈ 4 വയസ്സായിട്ട് സംസാരിക്കാത്ത കൊച്ചിൻ്റെ നാവിൻ്റെ കെട്ട് കർത്താവ് അഴിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ വിശ്വസിക്കില്ല, മിക്കവാറും എല്ലാ ആദ്യ ശനിയാഴ്ചയും വിദേശ രാജ്യത്ത് ഫ്ലൈറ്റിന് കയറി അണക്കര വരും. ഈ ആദ്യ ശനിയാഴ്ച ഉണ്ട്, അത് കഴിയുമ്പോഴേ അടുത്ത വണ്ടി കയറിപ്പോവും. അവർ പറഞ്ഞ ലക്ഷക്കണക്കിന് പേര് പോകുന്നുണ്ട്. പൊക്കോട്ടച്ചാ, കൃപ കിട്ടുകയല്ലേ. പക്ഷെ ആ കൃപ കിട്ടാൻ കാരണം വെളിമയാ, ബുദ്ധിയിലെ അന്ധകാരമല്ല. ഇന്ന് ബുദ്ധിയിൽ അന്ധകാരം, എല്ലാവർക്കും ബുദ്ധിയിൽ അന്ധകാരമുള്ളവർക്ക് കൃപ കിട്ടത്തില്ല. പ്രശ്നമല്ലോ, ബുദ്ധിയിൽ അന്ധകാരം, യുക്തിചിന്ത, എതിർ ചിന്തകൾ, കൃപ കിട്ടത്തില്ല. എഫെസോസ് ലേഖനം 4:18-19-20 ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. ഈ കൃപ പോയി കഴിഞ്ഞാൽ ഭോഗാസക്തികൾ, ഭക്ഷണാസക്തി, അതല്ലേ ഈ ഫിലിപ്പി 3:19 പറയും. ഫിലിപ്പി 3:18-19 ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അവസാനം.
ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഭക്ഷണാസക്തിയാണ്. ഭക്ഷണാസക്തിക്ക് അടിമപ്പെട്ട് എല്ലാ ആസക്തിയാണ്. അപ്പോൾ അവർ ബന്ധനത്തിലാണ്. അവർ എല്ലാത്തിനും ആസക്തി. അത് പറയുന്നത് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ ദൈവത്തിൻ്റെ ജീവനെന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. മനസ്സ് മരവിച്ച് അവർ ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. മനസ്സ് മരവിച്ച് ഭോഗാസക്തി എല്ലാത്തിനും ഭക്ഷണാസക്തി, മദ്യാസക്തി, ധനാസക്തി. ചിലർക്ക് പണം ഉണ്ടെങ്കിൽ വലിയ പണം ഗ്രേസ് അല്ല, പലപ്പോഴും അത് ഗ്രേസ് അല്ല. പലപ്പോഴും അത് അവനെ അപകടപ്പെടുത്താൻ, അവൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ പിശാച് കൊടുക്കുന്ന സംഭവം. പലപ്പോഴും പിശാച് കൊടുക്കും. അത് തിരിച്ചറിയാൻ പലർക്കും പറ്റുന്നത് മരണക്കിടക്കയിൽ അന്ത്യശ്വാസം വലിക്കാൻ നേരത്ത് മാത്രമേ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നുള്ള ബോധമുണ്ടോ. പക്ഷെ അന്നപ്പോഴത്തേക്കും ആത്മാവ് കൈവിട്ടു പോയിരിക്കും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ മക്കളെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വലിയ അഭിഷേകത്തെ പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ബന്ധനടികട്ടെ. ആമേൻ. പച്ചൻ പറയാൻ പോകുന്ന ഈ വിശുദ്ധിയെക്കുറിച്ച്. വിശുദ്ധി എന്ന പുണ്യം ക്രിസ്ത്യാനി ക്രൈസ്തവരുടെ ഏറ്റവും വലിയ വിളി. ദൈവം വിശുദ്ധി പാലിക്കാൻ വന്നത് കൃപ തരാൻ വേണ്ടിയാണ്. മത്തായി 5:8 ഹൃദയശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-7 വചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവർ ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹപാദങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള സകലർക്കും പിതാവായ ദൈവത്തിൽ നിന്ന് ആശ്വാസവും കൃപയും സമാധാനവും ആശംസിക്കുന്ന പൗലോസ് പറയും. അവിടെ വെച്ച് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എപ്പോഴും നമ്മളോട് വിശുദ്ധി പാലിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. 1 തെസ്സലോനിക്ക 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അപലക്ഷിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അപലക്ഷിക്കുന്നത്. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പലർക്കെന്ന വചനങ്ങളോ അത്ഭുതങ്ങളോ അഭിഷേകങ്ങളോ വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, സ്വീകരിക്കാൻ പറ്റുന്നത്. എനിക്ക് വിശ്വാസമൊന്നും കിട്ടുന്നില്ല, എനിക്കങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. തീത്തോസിൻ്റെ ലേഖനം 1:15-16 നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ്, എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. അവിടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാണ്. തങ്ങൾ ദൈവത്തെ അറിയുന്നുവെന്ന് അവർ ഭാവിക്കുന്നു, എന്നാൽ പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. ആണ് അവർ നടക്കുന്ന നടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വിശ്വാസം, പള്ളിയിലൊക്കെ ഏറ്റവും മുന്നിലും എല്ലാ കാര്യത്തിലും മുന്നിലും പള്ളിയുടെ കാര്യം. പക്ഷേ അത് വെറും പേരും പെരുമാ പ്രശസ്തിക്ക് വേണ്ടി മാത്രം നടക്കുന്നത്. അത് വിശുദ്ധി വിശ്വാസമില്ല. ജീവിതത്തിൽ മുഴുവൻ തിന്മയുടെ അടിമത്തത്തിൽ കഴിയും, ഭയങ്കര മാരക പാപങ്ങളുടെ അടിമത്തിൽ കഴിയും. എന്നിട്ട് കാണാൻ എല്ലായിടത്തും മുന്നിൽ കയറി നിൽക്കുന്നതാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ശബ്ദമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. കൈകളോട് ദൈവം നന്ദി പറഞ്ഞ് മക്കളെ പോര ഉച്ചത്തിൽ ഏറ്റു പറയാമോ? വലതുകരം ഉയർത്തിപ്പിടിച്ച് അച്ഛനോട് ചേർന്ന് നിർമ്മല, അതായത് തീത്തോസിന്റെ ലേഖനം 1:15-16 വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറയണം. നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്, എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല. അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചതാണ്. തങ്ങൾ ദൈവത്തെ അറിയുന്നുവെന്ന് അവർ ഭാവിക്കുന്നു, എന്നാൽ പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഇപ്പം ദൈവത്തെ അറിയുന്നവരും പക്ഷെ പ്രവൃത്തി വഴി നിഷേധിക്കും. ഒരു പുലബന്ധവുമില്ല, അക്രമം ചെയ്യും, സഹോദരനെ വഞ്ചിക്കും, അപ്പന് ഭക്ഷണം കൊടുക്കില്ല, അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കില്ല, അമ്മയെ ഉപദ്രവിക്കും, വീട്ടിൽ കിടന്ന് കുടിയും അടിയും വലിയും പ്രശ്നം ഉണ്ടാക്കും, മകളെ നശിപ്പിക്കും, മകളെ ഇറക്കിവിടും, മകനെ ഉപദ്രവിക്കും, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും, മകൻ വഴിവിട്ട ബന്ധത്തിന് പോകും. പക്ഷേ പുറമെ നോക്കുമ്പോൾ തങ്ങൾ ദൈവത്തെ അറിയുന്നവരാ, ഭയങ്കര ഹല്ലേലൂയൊക്കെ നമ്മൾ പറയും. പക്ഷേ ജീവിതത്തിൽ ഒരു ബന്ധവുമില്ല. അതാണ് കപട ക്രിസ്ത്യാനിത, കാപഠ്യത്തിൻ്റെ ക്രിസ്ത്യാനി. അത് അഭിഷേകം, അതാണ് ബ്ലോക്ക്. അവിടെയാണ് അനർത്ഥങ്ങൾ കാണാൻ പറ്റും. ശ്രമത്തിൽ പറഞ്ഞ് യേശുവേ നന്ദി. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അപലക്ഷിക്കുന്നത്. അസന്മാർഗ്ഗം നിങ്ങൾ ഒഴിഞ്ഞു മാറണം. സാൻമാർഗ്ഗമില്ലാത്ത ജീവിതങ്ങൾ, അതായത് പറയാണ്, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. എന്തുകൊണ്ടാണ് ശരീരത്തെ വിശുദ്ധി സൂക്ഷിക്കണമെന്ന് സഭ നമ്മളോട് നിർബന്ധപൂർവ്വം പറയുന്നത്? 1 കൊറിന്തോസിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-20 വചനം. നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അതായത് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്.
അതായത് മാമോദീസ ജലം നമ്മുടെ മേൽ വീഴുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് വസിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഓരോ ക്രിസ്ത്യാനിയുടെ ശരീരത്തിലുണ്ട്. ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്തോസിൻ്റെ 13:5 വചനം പറയും. 2 കൊരിന്തോസിൻ്റെ 13:5 നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ ഓരോരുത്തരും ഉറപ്പിച്ച് വിശ്വസിക്കണം, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു സാന്നിധ്യമുണ്ട്, ഈശോ ഉണ്ട്, ഉത്ഥിതനായ ഈശോയുടെ സാന്നിധ്യം നിങ്ങളുണ്ട്. മാമോദീസ, അതുകൊണ്ട് മാമോദീസ ധരിക്കുന്നുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികൾ സുവിശേഷം പ്രസംഗിക്കും. അതിൻ്റെ പറയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടുത്തുവിൻ എന്ന് പറയാൻ കാരണം, ഈ സ്നാനപ്പെടുന്ന വളരെ നിർബന്ധപൂർവ്വം പറയുകയാണ്. അതാണ് യോഹന്നാൻ സുവിശേഷം 3:3-7 വരെയുള്ള വചനം. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന് പറയുമ്പോൾ തിരുസഭ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ തരിക. നമ്മൾക്ക് പരിശുദ്ധമുണ്ട്. അപ്പോൾ ആ നിമിഷം മുതൽ എൻ്റെ നിങ്ങളുടെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. സ്ഥലം പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ശരീരത്തെ അതുകൊണ്ട് ദേവാലയമായിട്ട് സൂക്ഷിക്കണം. ദേവാലയമാണ് നിന്റെ ശരീരം, ദേവാലയമാണ്. നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. അതുകൊണ്ട് നീ പാപം ചെയ്ത് ക്രിസ്തുവിനെ നീ പുറത്താക്കരുത്. പാപം ചെയ്ത് നിന്റെ കൃപ നഷ്ടപ്പെടുത്തരുത്. നിന്റെ അഭിഷേകം കളയരുത്. ആത്മാവിൻ്റെ അഭിഷേകം കളയരുത്. കൈയടിച്ച് കിടത്താൻ നന്ദി പറഞ്ഞ മക്കള് പോരാ, നന്നായിട്ട് കടിച്ച് ബന്ധന അടിയട്ടെ. അതുകൊണ്ടാണ് എഫെസോസ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വചനം പറയുകയെ, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുവാൻ. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പഴയ മനുഷ്യനെ മാറ്റിയിട്ട് പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കണം. യേശുവിനെ ധരിക്കാൻ പറയുക, യേശുവിനെ സ്വന്തമാക്കാൻ പറയുക. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, വിശുദ്ധി എന്ന പുണ്യത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. 1 തെസ്സലോനിക്ക 4:7 വചനം പറയും, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കത്തോലിക്ക തിരുസഭയുടെ ധാർമ്മിക ശാസ്ത്രത്തിൽ പഠിക്കുമ്പോൾ സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്ന ഏറ്റവും വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ കാര്യങ്ങളൊന്ന് ശരീരത്തിൻ്റെ ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയും. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അതായത് കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താവ്. അപ്പോൾ ശരിക്കും സഭയുടെ പ്രബോധനം അനുസരിച്ച് ദൈവം മനുഷ്യന് ലൈംഗികത എന്നുള്ള വലിയ കഴിവ് നൽകിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം കത്തോലിക്ക തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് 2 ലക്ഷ്യത്തിന് വേണ്ടി മാത്രമെന്ന് പഠിപ്പിക്കുന്നു. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഒന്ന്, ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം സ്നേഹിക്കാനും, 2, ആ സ്നേഹത്തിലൂടെ മക്കളെ ജനിപ്പിക്കുക, തലമുറകളെ ജനിപ്പിക്കാനും വേണ്ടിയുള്ളൊരു അഭിഷേകവും കൃപയും അധികാരവും വരവാണ്. കുടുംബജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണത്. അപ്പം അതിന് പുറമേയുള്ള സഭ വ്യക്തമായിട്ട് പറയും, അതിന് പുറമേയുള്ള എല്ലാത്തരം ലൈംഗിക ആസ്വാദനങ്ങൾ വിശുദ്ധിക്കെതിരായ പ്രവൃത്തിയാണത്. മാരകമായ പാപമാണത്. ആത്മനാശത്തിൻ്റെ വഴിയാണ്. അപ്പോൾ ക്രൈസ്തവ പരിശുദ്ധാത്മാവ് തിരുസഭയിലൂടെ അപ്പസ്തോലന്മാരിലൂടെ സഭാപിതാക്കന്മാരിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ധാർമ്മിക ശാസ്ത്രം, വിശ്വാസ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുകയാണ്, ലൈംഗികത എന്നുള്ള കഴിവ് ദൈവം മനസ്സിന് നിക്ഷേപിച്ചിരിക്കുന്നത് 2 ലക്ഷ്യം. ഒന്ന്, കുടുംബം, ഭാര്യ ഭർത്താവ് അവർ പരസ്പരം സ്നേഹിക്കുവാൻ വേണ്ടി. 2, സ്നേഹത്തിലൂടെ മക്കളെ ജനിപ്പിച്ചുകൊണ്ട് തലമുറകളെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള കൃപയാണ് കൊടുക്കുന്നത്. അതിന് പുറമേയുള്ള എല്ലാത്തരം ആസ്വാദനങ്ങളും സംസാരത്തിലൂടെയാകാം, കണ്ണുകളിലൂടെയാകാം, ചെവികളിലൂടെയാകാം, പലതരത്തിലുള്ളതാകാം. അങ്ങനെയുള്ള മുഴുവൻ ആസ്വാദനങ്ങളെ കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നത് അത് വിശുദ്ധിക്കെതിരെ, ശുദ്ധത എന്ന പുണ്യത്തിനെതിരായ പ്രവൃത്തിയാണ്. അത് മാരകമായ പാപമായിട്ടാണ് തിരുവചനം മുഴുവൻ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട മക്കൾ, പൗലോസ്ലീഹായുടെ വചനങ്ങൾ മുഴുവൻ കാണാൻ പറ്റും. വിശുദ്ധിക്കെതിരായ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു, അഭിഷേകം നഷ്ടപ്പെട്ടു. ഒരുപാട് കുടുംബങ്ങൾ കൃപ കിട്ടാത്ത കാരണം വിശുദ്ധിക്കെതിരായി പാപം ഒത്തിരി കൂടുന്നുണ്ട്. ബ്ലൂ ഫിലിമുകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അവർ വിശുദ്ധിക്കെതിരെ, അപ്പോൾ കൃപ മുളക്കം, കൃപയുടെ വാതിൽ അടഞ്ഞു പോകും അവർക്ക്. അതുപോലെ തന്നെ തെറ്റായ ബന്ധങ്ങൾ, ഫോൺ ബന്ധങ്ങൾ ഒക്കെ, ഫ്രണ്ട്ഷിപ്പുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുമ്പോൾ, കണ്ണുകൊണ്ടുള്ള ഇത് വരുമ്പോൾ അത് വചനം അനുസരിച്ച് വിശുദ്ധിക്കെതിരായ പ്രവർത്തനമാണ്. റോമാലേഖനം 12
12, 1, 2, 3. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായിട്ട് സമർപ്പിക്കണം. അതായിരിക്കണം നിങ്ങളെ യഥാർത്ഥമായ ആരാധന. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കളെ. പോരാ, ഉച്ചത്തിൽ കൈയടിച്ചേ. പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന വലിയൊരു സംഭവമുണ്ട് ബൈബിളിൽ. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വചനം കേട്ടോണം. വിജാതിയരുടെ ഇടയിൽ പോലും ഇല്ലാത്തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങൾ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിത വേഴ്ചയിൽ കഴിയുന്നു, എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. ചിലരുണ്ടെങ്കിൽ മിക്കവാറും വ്യഭിചാര പാപമുള്ള ഭയങ്കര അഹങ്കാരം കൂടുതലാണ്. പുസ്തകം ആരും ഭയങ്കര അഹങ്കാരികൾ, എത്ര ആളുകൾ അനുസരണക്കേണ്ട സ്പിരിറ്റ് ഒരുമിച്ച് കയറും. എന്നിട്ട് അതിനകത്ത് അങ്ങ് കെട്ടി ആ തിന്മയ്ക്ക് ഇത് വരുന്നത് കൊണ്ട് ഞാൻ എന്തിനാ അച്ഛനെ പറഞ്ഞു മറ്റൊന്നുമല്ല, ഈ തിന്മ മാറാതെ കൃപ കൊടുക്കില്ല. രോഗശാന്തികൾ, വിടുതൽ, മാറ്റങ്ങൾ, അല്ലെങ്കിൽ കടബാധ്യത മാറണം, ജോലി പ്രശ്നം മാറണം, വിവാഹ പ്രശ്നം മാറണം, അത്ഭുത രോഗശാന്തി ഉണ്ടാകണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച് കൃപയൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം അന്ധകാര പ്രവർത്തികളോട് എന്നേക്കുമായിട്ട് വിട പറയാനായിട്ട് തയ്യാറാകണം. ആ തയ്യാറാകണം, എളിമപ്പെടുക, കർത്താവിനെ അനുസരിക്കുക, ആ താഴ്മയോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാതെ നടക്കില്ല. അല്ല, നമ്മൾ തട്ടിക്കൂട്ടി വേണം ധ്യാനവും കൺവെൻഷനൊക്കെ നടത്താൻ പറ്റും. എല്ലാവരും പ്രസാദിപ്പിക്കുന്ന വചനം പ്രസംഗിക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പക്ഷേ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് എതിരായിട്ട് പ്രസംഗിക്കാൻ ഞാൻ തയ്യാറല്ല. സ്വരത്തിൽ പറയും ഹല്ലേലൂയാ, ശബ്ദം പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ബന്ധന അടിയട്ടെ പോരാ. ഒറ്റ വിളി ഈശോ. 2 കരം എടുത്ത് വീണ്ടും പറഞ്ഞു ഈശോയെ. ഇത് കേട്ടോണം. വിജാതിയുടെ ഇടയിൽ പോലും ഇല്ലാത്തതരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു, എന്നിട്ട് നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ല വേണ്ടത്, കരയാ വേണ്ടത്. എന്നിട്ട് പറയാ, ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവിൻ. ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടത് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. പലപ്പോഴും ആത്മപ്രശംസ, ഞാൻ ഈ തെറ്റൊക്കെ ചെയ്തു, എനിക്ക് എന്നെ പറ്റി. പക്ഷേ മക്കൾ കൃപ നഷ്ടപ്പെട്ടു. അപ്പനും അമ്മയ്ക്കും കൃപ നഷ്ടപ്പെട്ടു. ഒത്തിരി അപ്പം അമ്മമാരുണ്ടെന്ന് മക്കളൊക്കെ കുടുംബത്തിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റുമേ. കൃപ കുറവാണ് കുഞ്ഞുങ്ങൾക്കാണ്. അവർ വഴിതെറ്റിപ്പോകുന്നു, അവർ ഈശോയോട് ചേരുന്നില്ല, അവർ വിശ്വാസമില്ല, നിരീശ്വരവാദം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. വൈകി രാത്രിയാകുമ്പോൾ കവലേക്കൂടെ റോഡിൽ കൂടെ ഒക്കെ പോവുക, കാണുന്ന കൂട്ടുകാരുടെ കൂടെയും കാണുന്ന വണ്ടിയുടെ ഒക്കെ പുറകെ പോയേക്കുക. അവർ നിയന്ത്രണമില്ല. അങ്ങനെ കൃപ നഷ്ടപ്പെട്ടു പോയി പിന്നെ ഉണ്ടല്ലോ, അവരെ പിന്നെ നമുക്ക് കിട്ടില്ല. അത് കൈവിടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട 7000 പേരെ ഞാൻ നിർത്തുന്നുണ്ട്. അതായത് ഏലിയ പ്രവാചകൻ ദൈവത്തോട് വാദി, ദൈവമേ ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങയോട് ചേർന്നേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെ വിലപിക്കുമോ? ദൈവം അല്ല, നീ മാത്രമല്ല, 7000 പേരെ കൃപയാൽ നിറഞ്ഞു. അതായത് ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം, റംനൻസ്, ഒരു അവശിഷ്ട ഭാഗമുണ്ട്. ഇപ്പം സഭയിൽ അത് വന്നുകൊണ്ടിരിക്കുക. ഒരു വലിയ സംഭവം ഉണ്ട്. നിങ്ങൾ അറിയുന്നില്ല. ഇതിനകത്തൊക്കെ ഒരു ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ ധ്യാനങ്ങളും കൺവെൻഷനൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെടുക. എളിമയുള്ള മക്കളെയൊക്കെ അവർ വിശുദ്ധിലേക്ക് അത്രയും കുടുംബങ്ങൾ ചെയ്യണം. അപ്പൻ വിശുദ്ധരാ, അമ്മ വിശുദ്ധരാ, അപ്പനും അമ്മയും വിശുദ്ധരാകും, മക്കളും വിശുദ്ധ. അപ്പനും അമ്മയും വിശുദ്ധരാകാതെ മക്കൾ ഒരിക്കലും വിശുദ്ധരാകത്തില്ല. മാതാപിതാക്കൾ ചില കുടുംബങ്ങളുണ്ട് അത്ഭുതം നടക്കും. ചില കുഞ്ഞുങ്ങൾക്ക് അവരെ അനുദപിച്ച് ചെയ്യുമ്പോൾ ദൈവം അവർക്ക് കൃപ കൊടുക്കും. അപ്പനമ്മ ചില മോശമായിരിക്കും, പക്ഷെ കുഞ്ഞുങ്ങൾ വിശുദ്ധരായിട്ട് തരും. അവർ കൃപ കിട്ടുന്ന. കൃപയില്ലാതെ നടക്കില്ല മക്കള്. സ്വന്തം കഴിവുകൊണ്ടൊന്നും ആർക്കൊന്നും നേടാൻ പറ്റത്തില്ല. ഒരു ആത്മീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന ജീവിതം പറ്റത്തില്ല. വളർച്ചയില്ല, ഒന്നും നടക്കില്ല. ദൈവ കൃപയാണ് പ്രവർത്തി. ആ കൃപയെക്കുറിച്ച് ശരിക്കും ആഴത്തറിയുമ്പോഴാണ് ദൈവകരം എന്നതുണ്ടല്ലോ, അത് ചെറു സംഭവമൊന്നുമല്ല. ദൈവകരം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമായ കർത്താവ് കാനാൻ ദേശത്ത് എത്തിച്ചത് ദൈവമാണ് എത്തിച്ചത്. മോശയുടെ കഴിവല്ല, ജനത്തിൻ്റെ കഴിവുണ്ടല്ല അവര് കാനാൻ ദേശം സ്വന്തമാക്കിയത്. ദൈവകരമാ. ഈ ദൈവത്തിൻ്റെ കൃപയൊഴുകയാ. ആ കൃപയാ എപ്പോഴും മോശയുടെ കൂടെ ഉണ്ടായിരുന്നത്.